തൃശൂർ അതിരപ്പള്ളിയിൽ മറ്റൊരാനയ്ക്ക് കൂടി പരിക്ക്. ഏഴാറ്റുമുഖം ഗണപതിയുടെ കാലിലാണ് പരിക്ക്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇന്ന് നടത്തിയ പരിശോധനയിൽ ആനയുടെ കാൽപാദത്തിൽ പരിക്ക് കണ്ടെത്തി. ആനയുടെ പരിക്ക് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് ലെവിൻ കെ വിജയൻ ചേരുന്നു. ലെവിൻ, ഈ ആനയുടെ പരിക്ക് അത്ര ഗുരുതരമല്ലെന്ന് ഇന്നലെ വെറ്റിനറി ഓഫീസർമാർ റിപ്പോർട്ട് നൽകിയിരുന്നല്ലോ. അതിനു പിന്നാലെയാണല്ലോ ഈ കണ്ടെത്തൽ. എങ്ങനെയാണ് പരിക്ക് വളരെ ഗുരുതരമുള്ള കാര്യമാണോ? ഇതിനെ പിടികൂടി ചികിത്സ നൽകാനൊക്കെ ആലോചിക്കുന്നുണ്ടോ? ശ്യാമിനി, ഇന്നലെ കഴിഞ്ഞ 3 ദിവസങ്ങളിലേറെയായി നടത്തിയ പരിശോധനയെ തുടർന്നാണ് ഇന്നലെ വെറ്റിനറി ഓഫീസർമാർ 3 ഡോക്ടർമാരുടെ സംഘം ആനയ്ക്ക് ഗുരുതരമായ പരിക്കില്ല എന്ന് കാട്ടിക്കൊണ്ട് റിപ്പോർട്ട് നൽകിയത്. പക്ഷേ ആനയെ നിരീക്ഷണം തുടരാനും ഇന്നലെ തീരുമാനിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നും ഇതേ ഡോക്ടർമാർ, ഡോക്ടർ ബിനോയ് ബാബു, ഡോക്ടർ ഡേവിഡ്, ഡോക്ടർ മിഥുൻ, വനംവകുപ്പിന്റെ വെറ്റിനറി ഓഫീസർമാർ 3 പേരും ഇന്നും ആനയെ വിശദമായി പരിശോധിച്ചു. ഇന്ന് ആനയുടെ ഏറ്റവും അടുത്ത് കാണാത്തക്ക തരത്തിൽ ആനയുടെ തൊട്ടടുത്ത് നിന്ന് നടത്തിയ പരിശോധനയിലാണ് ആനയുടെ കാലിൽ പരിക്കുള്ളതായി കണ്ടെത്തിയിരിക്കുന്നത്. പുറമെ കാണുന്ന ഒരു ഭാഗത്തുമല്ല ആനയുടെ കാലിൽ പരിക്കുണ്ടായിരിക്കുന്നത്. നേരെ മറിച്ച് മുൻവശത്ത് മുൻകാലുകളിൽ ഒന്നിൽ കാൽപാദത്തിൽ ആണ് ആനയുടെ കാലിൽ പരിക്കുള്ളതായി ഇവർ കണ്ടെത്തിയിരിക്കുന്നത്. ഇതനുസരിച്ച് കൊണ്ടുള്ള റിപ്പോർട്ടും വാഴച്ചാൽ DFO R ലക്ഷ്മിക്ക് കൈമാറിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആനയ്ക്ക് ചികിത്സ നൽകണമെന്ന് കാട്ടി DFO ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. വൈൽഡ് ലൈഫ് വാർഡന്റെ നിർദ്ദേശാനുസരണമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. നിലവിൽ ആനയെ ഇന്ന് നടത്തിയ പരിശോധനയിൽ 3 മണിക്കൂറിലേറെ സമയം ആന ഒരു സ്ഥലത്ത് എഴുന്നേറ്റ് നിൽക്കാതെ നിലത്തിരുന്ന് ഉറങ്ങുന്ന നിലയിലാണ് കണ്ടെത്തിയത്. അതിനുശേഷം ഈ ആനയെ പുഴ കടന്നു പോവുകയും ചെയ്തു. ചാലക്കുടി പുഴ കടന്നു പോവുകയും ചെയ്തു. ഏറ്റവും തുടർന്ന് ആനയെ ഇന്ന് കണ്ടെത്തിയ സ്ഥലത്ത് നിന്നെടുത്ത് പകർത്തിയ ദൃശ്യങ്ങളാണിത്. ഈ ദൃശ്യങ്ങളിൽ വ്യക്തമായും കാണാം ആനയുടെ മുൻകാലുകളിൽ ഒന്ന് നിലത്ത് ഊന്നാതെ പൊക്കിപ്പിടിച്ചു നിൽക്കുന്നതും മറ്റും നമുക്ക് വ്യക്തമായി കാണാനാകും. ഇത്തരം ഒരു ദൃശ്യങ്ങൾ കൂടി വ്യക്തമായതോടുകൂടിയാണ്, ആനയുടെ പരിക്ക് വ്യക്തമായതോടുകൂടിയാണ് ആനയ്ക്ക് ചികിത്സ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് DFO റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഇനി ഏതായാലും സർക്കാരിന്റെയും വൈൽഡ് ലൈഫ് വാർഡിന്റെയും അടക്കം തുടർ നടപടി നിർദ്ദേശാനുസരണമായിരിക്കും സ്വീകരിക്കുക. ക്ഷമിക്കണം. ഇത്തരം ഒരു സാഹചര്യത്തിൽ വന്യമൃഗങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി നാളെ ആതിരപ്പള്ളി വനമേഖലയിൽ, പ്രത്യേകിച്ച് വാഴച്ചാൽ ഫോറസ്റ്റ് ഡിവിഷന് കീഴിലുള്ള വിവിധ പ്രദേശങ്ങളിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഒരു സ്പെഷ്യൽ ഡ്രൈവും സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നാളെ രാവിലെ 8 മണി മുതൽ ഉച്ച വരെയുള്ള സമയങ്ങളിൽ ഈ വനത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ ഒരു ശുചീകരണ പ്രവർത്തനം നടത്തുന്നുണ്ട്. വന്യമൃഗങ്ങൾക്ക് കുപ്പിച്ചില്ലുകളും പ്രത്യേകിച്ച് വിനോദസഞ്ചാരികൾ അടക്കം വനമേഖലയിൽ എത്തുമ്പോൾ ബിയർ കുപ്പികൾ അടക്കം വനത്തിൽ ഉപേക്ഷിക്കുന്ന നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് പൊട്ടി ആനയടക്കമുള്ള മൃഗങ്ങളുടെ കാലിൽ തറഞ്ഞു കയറുന്നതായി പരാതികളും ഉയർന്നിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് സ്പെഷ്യൽ ഡ്രൈവ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ ഏഴാറ്റുമുഖം ഗണപതിക്ക് പ്രത്യേകമായിട്ടുള്ള ചികിത്സ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് DFO റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. വൈൽഡ് ലൈഫ് വാർഡന്റെ നിർദ്ദേശം ലഭിച്ചാൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുള്ളത്. ശ്യാമിലി, ലെവിനി, അതിരപ്പള്ളി കൊമ്പന്റെ ചികിത്സാ ദൗത്യം കണ്ടവരൊന്നും ഏഴാറ്റുമുഖം ഗണപതിയെ മറക്കാനിടയില്ല. കാരണം അത്രയേറെ മനസ്സിനെ തൊട്ട ദൃശ്യങ്ങളായിരുന്നു. അവർ രണ്ടുപേരുടെ സൗഹൃദവും ഈ അതിരപ്പള്ളി കൊമ്പനെ രക്ഷിക്കാനുള്ള താങ്ങി നിർത്തുന്ന ഏഴാറ്റുമുഖം ഗണപതിയുടെ കാഴ്ചയൊക്കെ. ആ സമയത്തൊക്കെ ഈ പരിക്കുണ്ടായിരുന്നോ? ആ സമയത്ത് ആരുടെയെങ്കിലും ശ്രദ്ധയിൽ ഇത് പെട്ടിരുന്നോ? അതിനുശേഷമാണോ ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നത്? മുൻപാണ് മുറിവേറ്റ കൊമ്പനെ ചികിത്സ നൽകുന്നതും മറ്റും. ആ സമയത്ത് ആന ജനവാസ മേഖലയിൽ അടക്കം എത്തി മുറിവേറ്റ കൊമ്പനെ താങ്ങി നിർത്തുന്ന ദൃശ്യങ്ങളടക്കം നമ്മൾ കണ്ടതാണ്. പക്ഷേ ആ സമയത്ത് ആനയുടെ കാലിൽ പരിക്കില്ലായിരുന്നു. തൊട്ടടുത്ത ദിവസം വരെയും, അതായത് ഒരു 4 ദിവസം മുൻപ് വരെയും ജനവാസ മേഖലയിൽ നിരന്തരമായി എത്തിയിരുന്നതാണ് ഗണപതി. പക്ഷേ ആ സമയത്തൊന്നും കണ്ടില്ല. ഒരു 3 ദിവസം, അതായത് കഴിഞ്ഞ 2-3 ദിവസം മുൻപാണ് ഇത്തരത്തിൽ ആന
ആനയുടെ കാലിൽ പരിക്കുള്ളതായി ചില ആളുകൾ സംശയം പ്രകടിപ്പിച്ചത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തു. തുടർന്ന് 3 ദിവസത്തോളം ആനയെ വനംവകുപ്പ് വെറ്റിനറി ഓഫീസർമാരുടെ നേതൃത്വത്തിൽ പരിശോധിക്കുക കൂടി ചെയ്തു. പക്ഷേ ഇവർ നടത്തിയ പരിശോധനയിൽ ആദ്യ 3 ദിവസങ്ങളിൽ നടത്തിയ പരിശോധനയിൽ ആനയുടെ കാലിൽ ഗുരുതരമായ പരിക്കില്ല എന്നുള്ളതാണ് കണ്ടെത്തിയത്. ഇതനുസരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടും വെറ്റിനറി ഓഫീസർമാർ മറ്റുദ്യോഗസ്ഥർക്ക് കൈമാറിയിരുന്നു. പക്ഷേ വന്യമൃഗങ്ങളുടെ ഒരു സ്വഭാവം അനുസരിച്ചുകൊണ്ട് ഇവർക്കൊരു പരിക്ക് പറ്റിയാൽ അത്ര പെട്ടെന്ന് അത് പ്രകടിപ്പിക്കാറില്ല എന്ന് തന്നെയാണ് വെറ്റിനറി ഓഫീസർമാർ അറിയിച്ചത്. ഈ പരിക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു വേദന ഉണ്ടാകുന്ന വിധത്തിൽ അതിന്റെ രൂപം മാറുകയും ശരീരത്തിൽ അസ്വസ്ഥതകൾ അനുഭവപ്പെടുകയും ചെയ്താലും അത് 2-3 ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും ഇത്തരത്തിൽ വന്യമൃഗങ്ങൾ, പ്രത്യേകിച്ച് കാട്ടാന പോലുള്ള വലിയ മൃഗങ്ങൾ പരിക്ക് പ്രകടിപ്പിക്കുക അല്ലെങ്കിൽ അതിന്റെ അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുക. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ആദ്യ 3 ദിവസങ്ങൾ നടത്തിയ നിരീക്ഷണത്തിന് ശേഷം തുടർന്നുള്ള ദിവസങ്ങളിലും ആനയെ നിരീക്ഷിക്കാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തീരുമാനിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ ആനയെ കണ്ടെത്തുന്നത്. കാലിൽ നിലത്ത് ഊന്നാതെ നിൽക്കുന്ന ഗണപതിയെ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയതോടുകൂടിയാണ് കാൽപാദത്തിൽ പരിക്കുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ലോഹവസ്തുവോ കുപ്പിച്ചില്ലോ അങ്ങനെ എന്തെങ്കിലും ആനയുടെ കാലിൽ തറഞ്ഞിരിക്കുന്നതായുള്ള സംശയം ഡോക്ടർമാർ പ്രകടിപ്പിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തുടർ നടപടികൾ അടിയന്തരമായി തന്നെ നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് DFO കത്ത് നൽകിയിരിക്കുന്നത്. DFOയുടെ കത്തിന്റെ അടിസ്ഥാനത്തിൽ വൈൽഡ് ലൈഫ് വാർഡനാണ് തുടർ നടപടികൾ സംബന്ധിച്ച് തീരുമാനം എടുക്കുക. സർക്കാരിന്റെ കൂടി നിർദ്ദേശാനുസരണമായിരിക്കും ഇത്തരത്തിൽ ആനയെ പിടികൂടി തുടർ ചികിത്സ നൽകണമെന്നുള്ള കാര്യങ്ങളിലടക്കം തീരുമാനമുണ്ടാവുക. അന്തിമ തീരുമാനം അത്തരത്തിൽ തന്നെയാണ് ഉണ്ടാവേണ്ടത്. ആനയ്ക്ക് പരിക്കുണ്ടെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ ആനയെ പിടികൂടി ചികിത്സ നൽകേണ്ടതാണ് ഇനിയുള്ള അത്യാവശ്യം. നമുക്കറിയാം, മുൻപ് മുറിവേറ്റ കൊമ്പനെ കണ്ടെത്തിയപ്പോഴും ചികിത്സ നൽകാൻ താമസിച്ചതാണ് ആനയുടെ മരണത്തിനിടയാക്കിയത് എന്നുള്ള ആരോപണങ്ങൾ നിലനിൽക്കെ അത്തരം വിവാദങ്ങൾക്കൊന്നും ഇനി ഇടവരുത്തരുതെന്ന് കൂടിയായിരിക്കും വനംവകുപ്പ് തീരുമാനിക്കുക. അതിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും വേഗത്തിൽ തന്നെ ആനയെ പിടികൂടി തുടർ ചികിത്സ നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്കായിരിക്കാം ഒരുപക്ഷെ വനംവകുപ്പ് എത്തുക. ഏതായാലും അന്തിമമായ തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടത് വനംവകുപ്പും ചീഫ് വൈൽഡ് ലൈഫ് വാർഡനുമാണ്. അതിനുവേണ്ടിയാണ് മറ്റുദ്യോഗസ്ഥരടക്കം കാത്തു നിൽക്കുന്നത്. വൈൽഡ് ലൈഫ് വാർഡന്റെ ഉത്തരവിനൊപ്പം തന്നെ ചീഫ് വെറ്റിനറി ഓഫീസറുടെ കൂടി അവർ തമ്മിൽ നടത്തുന്ന ഒരു ചർച്ചയുടെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ ഉണ്ടാകുക. അങ്ങനെയെങ്കിൽ ഡോക്ടർ അരുൺ സക്രിയയും പ്രമോദ് ജി കൃഷ്ണനും വനംവകുപ്പ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡനും കൂടി ചർച്ച നടത്തിയായിരിക്കും ഏഴാറ്റുമുഖം ഗണപതിയുടെ കാര്യത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുക. ഏതായാലും ആനയ്ക്ക് പരിക്കുണ്ടെന്ന് ഇന്ന് നടത്തിയ പരിശോധനയിലാണ് സ്ഥിരീകരിക്കുന്നത്. അത് വ്യക്തമാക്കുന്ന ആനയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ന്യൂസ് മലയാളത്തിന്റെ സ്ക്രീനുകളിലൂടെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് മുൻകാലുകളിൽ ഒന്ന് നിലത്തൂന്നാതെ പൊക്കിപ്പിടിച്ച് കാൽപാദം നിലത്ത് കുത്താതെ നിൽക്കുന്ന ഗണപതിയുടെ ദൃശ്യങ്ങൾ. ഗണപതിയെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, ഇതിനോടകം തന്നെ കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ കാട്ടാനകളിൽ ഒന്നാണ് ഏഴാറ്റുമുഖം ഗണപതി. ഏഴാറ്റുമുഖം ആതിരപ്പള്ളി മേഖലയിൽ, ജനവാസ മേഖലയിൽ നിരന്തരമായി എത്തുന്ന ആന ഏറ്റവും കൂടുതൽ അനുസരണാശീലമുള്ള ഒരു കാട്ടാനയാണ് എന്നുകൂടി നമുക്ക് പ്രത്യേകമായി പറയേണ്ടതുണ്ട്. ജനങ്ങൾ ഏതെങ്കിലും തരത്തിലൊരു ഭീതി പരത്തുന്ന ഒരു ഇടപെടൽ ഏഴാറ്റുമുഖം ഗണപതിയുടെ ഭാഗത്തു നിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ജനവാസ മേഖലയിലൊക്കെ ആന എത്തിയാലും നാട്ടുകാർ പറഞ്ഞാൽ ഇവിടെ നിന്ന് പോകാൻ ആവശ്യപ്പെട്ടാൽ ഈ പ്രദേശത്ത് നിന്ന് ഉപദ്രവം ഉണ്ടാക്കാത്ത തരത്തിൽ അത് വഴിമാറി പോകുന്നതും നിരവധി തവണ നമ്മൾ കണ്ടിട്ടുണ്ട്. ഏതായാലും ഈ ആനയ്ക്ക് ഇത്തരത്തിലൊരു പരിക്കുണ്ടായിരിക്കുന്നത് ഈ കാട്ടാനയാണെങ്കിലും ഒട്ടേറെ ആനപ്രേമികൾ ഏഴാറ്റുമുഖം ഗണപതിക്കുണ്ട്. ആനപ്രേമികൾക്ക് കൂടി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ അവർക്ക് കൂടി വിഷമമുണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ വലിയ ജനകീയനായിട്ടുള്ള ഒരു കാട്ടാന എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് ഏഴാറ്റുമുഖം ഗണപതിയുടെ കാലിന് പരിക്കേറ്റിരിക്കുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇന്ന് നടത്തിയ പരിശോധനയിൽ ആനയുടെ കാൽപാദത്തിൽ പരിക്ക് കണ്ടെത്തിയിരിക്കുന്നു. ലെവിനാണ് ഇതിന്റെ വിശദ വിവരങ്ങൾ നൽകിയത് തൃശ്ശൂരിൽ നിന്ന്.